മെയ് 7 തീയതി ഞായറാഴ്ച വൈകിട്ട് 7 മണിയോടെയാണ് പൂരപ്പുഴയിലെ തൂവൽത്തീരം ബീച്ചിൽ ബോട്ട് മുങ്ങിയെന്ന വാർത്ത പുറത്തു വന്നത്. 20 പേർക്ക് മാത്രം കയറാവുന്ന ബോട്ടിൽ മുകളിലും താഴെയുമായി കുട്ടികളെ അടക്കം കുത്തി നിറച്ചായിരുന്നു വിനോദയാത്രാ സംഘത്തിന്റെ യാത്ര. തിരച്ചിലിന് നേതൃത്വം നൽകി നേവിയും എയർഫോഴ്സും നാട്ടുകാരും രക്ഷാപ്രവർത്തനം തുടരുമ്പോൾ ഇതുവരെ രക്ഷിക്കാനായത് 15 പേരെ. ബോട്ടപകടത്തിൽ ഇതുവരെയുള്ള കണക്കിൽ മരണം 22. 7 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. മരിച്ചവരിൽ 10 കുട്ടികളും ഉൾപ്പെടുന്നു. ഒരു ഭാഗത്ത് താനൂർ ബോട്ടപകടം അതീവ ദുഃഖകരമെന്ന് പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും മുഖ്യമന്ത്രിയും അനുശോചനം രേഖപ്പെടുത്തുമ്പോൾ ദുരന്തത്തിനിടയാക്കിയത് തികഞ്ഞ അശ്രദ്ധയും അനാസ്ഥയും എന്നത് വ്യക്തം. മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കുന്ന ബോട്ടാണ് രൂപമാറ്റം വരുത്തി ടൂറിസം ആവശ്യത്തിനായി ഇവിടെ ഉപയോഗിക്കുന്നത്. അനുവദിച്ച സമയം കഴിഞ്ഞും ബോട്ട് സവാരി നടത്തിയതാണ് അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചത്. യാത്രക്കാർക്ക് ലൈഫ് ജാക്കറ്റുകളും ഉണ്ടായിരുന്നില്ല. ബോട്ട് സർവീസ് നടത്തുന്നവരുടെ വീഴ്ചയാണ് അപകട കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ബോട്ട് അപകടത്തിൽ പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഒരുക്കാനും മതിയായ ക്രമീകരണങ്ങൾ ഒരുക്കാനും ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ പ്രധാനമന്ത്രി ധനസഹായം പ്രഖ്യാപിച്ചു.